ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നോക്കിയാലോ. അപ്പൊ ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. നമ്മുടെ ചുറ്റും ചേഞ്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് തരത്തിലാണ് ചേഞ്ചുകൾ, മാറ്റങ്ങൾ ഉള്ളത്. ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ചേഞ്ചും ഉണ്ട് അല്ലെ. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഐസ് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് മാറുന്നത് കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല പല ചേഞ്ചുകൾ, നമ്മളൊരു പേപ്പർ എടുത്ത് ചുരുട്ടി കഴിഞ്ഞാൽ അത് അതിന്റെ ഷേപ്പ് മാറുന്നത് കാണാൻ പറ്റും. അങ്ങനെയുള്ളതൊക്കെ ഏത് ചേഞ്ചാ മക്കളെ വരിക? ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ആണ്. പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ എന്നിവയിൽ മാറ്റം വരാം അല്ലെ. സൈസ്, ഷേപ്പ്, സ്റ്റേറ്റിലാണ് മാറ്റം വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലെ, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതെന്താണ് ഈ പറഞ്ഞ പോലെ വികസിക്കുക, ഉരുക, പൊട്ടുക എന്നൊക്കെ പറയുന്നത് ഭൗതിക മാറ്റങ്ങളാണ്. ജസ്റ്റ് ഫിസിക്കൽ ആയിട്ടുള്ള കാണുന്നതിൽ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ. അതിൽ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് ഉള്ള സാധനം മാറി എന്ന് മാത്രമേ ഉള്ളൂ, അതിന്റെ ഷേപ്പ് മാറി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. സോ നോ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഫിസിക്കൽ ചേഞ്ച്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് കെമിക്കൽ ചേഞ്ച്. അപ്പൊ നമ്മുടെ പാല് മോരാകുക, എന്നിട്ട് മോരിനെ തിരിച്ച് നമുക്ക് പാലാക്കി മാറ്റാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ തന്നെ പല പല എക്സാമ്പിൾസ് ഉണ്ട്. ഫയർ വർക്ക്സ്, പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ എഗ്ഗ് ബുൾസായി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും തിരിച്ചെഗ്ഗാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം, മരം കത്തുന്നത് അല്ലെങ്കിൽ കമ്പഷൻ ഓഫ് പ്രൊപ്പീൻ ഒക്കെ പറയുന്നത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? കെമിക്കൽ ചേഞ്ചിനുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ? ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, രാസപരമായിട്ട് അവർ വർക്ക് ചെയ്തിട്ട് പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ ബേണിംഗ് വുഡ് എന്ന് പറയുമ്പോൾ മരം കത്തി ചാരമായിട്ട് മാറാം, അത് പുതിയൊരു സബ്സ്റ്റൻസ് അല്ലേടാ. അതേപോലെ തന്നെ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, റസ്റ്റിംഗ് സംഭവിച്ചു അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പെടുത്തു പറയുമ്പോൾ തുരുമ്പ് എന്ന് പറഞ്ഞ പുതിയൊരാളാണ് ഉണ്ടായത് അല്ലേ. സോ വെൻ കെമിക്കൽ ചേഞ്ചസ് ഒക്കർ ചെയ്യുന്ന സമയത്ത് ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നു. എനർജീസ് യൂഷ്വലി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് വെൻ ദ ചേഞ്ച് ഒക്കർ. ആ ചേഞ്ച് നടക്കുന്ന സമയത്ത് എനർജി ഒന്നുമില്ലെങ്കിൽ അവർ ഉള്ളിലോട്ട് എടുക്കും അല്ലെങ്കിൽ പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അത് പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും, ഒരു മാറ്റവും സംഭവിക്കില്ല. എത്ര കാലം കഴിഞ്ഞാലും അത് പിന്നീട് തിരിച്ചു മാറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഡിഫറൻസ്. മിസ് ഇവിടെ ടേബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. സൈസിൽ വ്യത്യാസം വരുന്നതാണെങ്കിൽ, സൈസ് സ്ട്രേറ്റും കാര്യങ്ങളിലാണെങ്കിൽ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്, ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല. നേരെ തിരിച്ചാണെങ്കിൽ കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറയാൻ പറ്റുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഏത് ബാച്ച് ഉള്ളത്, വജ്ര ബാച്ച് ഉള്ളത്. അതിന്റെ എൻഡ് ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 15% ഓഫിൽ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷൻ ചെയ്ത് പഠിക്കാൻ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പരീക്ഷ വരാൻ പോവാണ്, ദിവസങ്ങളില്ല. സോ മിടുക്കറായിട്ട് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നമ്മുടെ വജ്ര ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസുകൾ എല്ലാവരും ലഭിക്കും. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് ബാച്ചിനിടാനും അവിടെ കാണാം. ബൈ.